വിവാഹം കഴിക്കാനായി ഭാര്യയെ സ്വയം സൃഷ്ടിച്ച മുനിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ വനത്തിലൂടെ നടക്കുകയായിരുന്ന അഗസ്ത്യമുനി തന്റെ പിതൃക്കൾ ഒരു മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ തലകീഴായി കിടക്കാൻ കാരണമെന്തെന്ന് തിരക്കിയപ്പോൾ, പരമ്പര നിലനിന്നാൽ മാത്രമേ തങ്ങൾക്ക് സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്നവർ മറുപടി നൽകി. ഒരു വിവാഹത്തിന്റെ ആവശ്യകത അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. എന്നാൽ കുള്ളനും സന്യാസിയുമായ ഒരുവനെ ആരാണ് വിവാഹം കഴിക്കാൻ തയ്യാറാവുക എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയെങ്കിലും അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം തന്റെ യോഗശക്തിയിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും സത്തയിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു. അവൾക്ക് ലോപമുദ്ര എന്ന് പേരിട്ടു. കുട്ടികളുണ്ടാവാൻ തപസ്സു ചെയ്യുകയായിരുന്ന വിദർഭ രാജാവിന് ലോപമുദ്രയെ ഏൽപ്പിച്ചു. അത്തരമൊരു മകളെ ലഭിച്ചതിൽ സന്തോഷിച്ച രാജാവ് അവളെ പുത്രിയായി വളർത്തി. ലോപമുദ്ര യുവതിയായപ്പോൾ അഗസ്ത്യമുനി രാജാവിനെ സമീപിച്ച് ലോപമുദ്രയെ ഭാര്യയായി ലഭിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ രാജാവ് ഒരു വശത്ത് ജട കെട്ടിയ മുടിയോടും മരത്തോലണിഞ്ഞവനുമായ ഒരു സന്യാസിക്ക് മകളെ നൽകാൻ തയ്യാറായിരുന്നില്ല. മറ്റൊരു വശത്ത് അദ്ദേഹം അഗസ്ത്യമുനിയുടെ ശാപം ഭയന്നിരുന്നു. ഒടുവിൽ ലോപമുദ്ര തന്നെ മുന്നോട്ടുവന്ന് തന്റെ സന്നദ്ധത അറിയിച്ചു. രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ലോപമുദ്ര അഗസ്ത്യനോടൊപ്പം പുറപ്പെട്ടു.